നോർമലി ബിസിനസ് ചെയ്യുന്ന ഒരാള് GST കോമ്പോസിഷൻ ലെവി ചൂസ് ചെയ്യാറില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, നമുക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കാൻ പറ്റില്ല. രണ്ട്, നമ്മൾക്ക് കസ്റ്റമറുടെ കയ്യിൽ നിന്ന് GST കളക്ട് ചെയ്യാനും പറ്റില്ല. മൂന്ന്, നമ്മുടെ സ്വന്തം പോക്കറ്റിൽ നിന്ന് നമുക്ക് GST ഡിപ്പാർട്ട്മെന്റിലേക്ക് ടാക്സ് അടയ്ക്കേണ്ടി വരുന്നു. ഇതൊക്കെയാണ്. നൗ കോമ്പോസിഷൻ ലെവി ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും അഡ്വാൻറ്റേജ് ഉണ്ടോ എന്ന് നോക്കാം. സർവീസ് സെക്ടർ ഉദാഹരണമായിട്ട് എടുക്കുകയാണെങ്കിൽ, നോർമലി ഒട്ടുമിക്ക സർവീസിനും 18% ആണ് GST റേറ്റ് വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കോമ്പോസിഷൻ ലെവി ആണെങ്കിൽ നിങ്ങൾ ഓൺ പോക്കറ്റിൽ നിന്ന് 6% ആണ് GST റേറ്റ് ആയിട്ട് ഗവൺമെന്റിലേക്ക് അടയ്ക്കേണ്ടത്. ഒരു ഉദാഹരണത്തിന്, നിങ്ങൾ 1 ലക്ഷം രൂപയുടെ ഒരു സർവീസ് ഒരാൾക്ക് കൊടുത്തു എന്ന് വിചാരിക്കുക. ആളുടെ കയ്യിൽ നിന്ന് 1 ലക്ഷം പ്ലസ് 18% GST ഉൾപ്പെടെ 1,18,000 രൂപ നമ്മൾ കളക്ട് ചെയ്യണം. കോമ്പോസിഷൻ ലെവി ആണെങ്കിൽ നിങ്ങൾ 1 ലക്ഷം രൂപ മാത്രമേ നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ പറ്റുള്ളൂ. 6% GST നിങ്ങൾ ഓൺ പോക്കറ്റിന് അടയ്ക്കണം. നൗ കസ്റ്റമറിന്റെ ആംഗിളിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. 1,18,000 രൂപ ഒരു സർവീസിന് കൊടുക്കുന്നതാണോ പുള്ളിക്ക് നല്ലത്, 1 ലക്ഷം രൂപ കൊടുത്തിട്ട് ആ സെയിം സർവീസ് കിട്ടുന്നതാണോ നല്ലത്? സോ കോമ്പോസിഷൻ ലെവി അത്ര മോശമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കൂടുതൽ ടാക്സ് റിലേറ്റഡ് വീഡിയോസിനായി ഫോളോ.